തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടറും രോഗിയും ലിഫ്റ്റിൽ കുടുങ്ങി. അത്യാഹിത വിഭാഗത്തിന് സമീപത്തെ ലിഫ്റ്റിലാണ് ഡോക്ടർ അടക്കം 3 പേർ കുടുങ്ങിയത്. മെഡിക്കൽ കോളേജുകളിലെ കൃത്യവിലോപങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 42 മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിയ തിരുമല സ്വദേശി രവീന്ദ്രൻ നായരുടെ ഞെട്ടലും ഭയവും മാറിവരുന്നതിന് മുമ്പേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടറും രോഗിയും ലിഫ്റ്റിൽ കുടുങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അത്യാഹിത വിഭാഗത്തിന് സമീപത്തെ ലിഫ്റ്റിൽ വനിതാ ഡോക്ടറും രോഗിയും കൂട്ടിയിരിപ്പുകാരനും കുടുങ്ങിയത്. 3ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് പോകുമ്പോഴായിരുന്നു ലിഫ്റ്റ് തകരാർ. ഡോക്ടറും രോഗിയും നിലവിളിച്ചതോടെ ആളുകൾ ഓടിയെത്തി. ലിഫ്റ്റ് ശരിയാക്കി അരമണിക്കൂറിന് ശേഷം കുടുങ്ങിയവരെ പുറത്തെത്തിച്ചു. കഴിഞ്ഞ ദിവസം രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. വിശദമായ അന്വേഷണം നടത്തി 15 ദിവസത്തിനകം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. മെഡിക്കൽ കോളേജുകളിലെ കൃത്യവിലോപങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ലിഫ്റ്റുകളിൽ ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് ഘടിപ്പിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കും. എല്ലാ ദിവസവും ലിഫ്റ്റിന്റെ പ്രവർത്തനം അവസാനിക്കുമ്പോൾ ഓപ്പറേറ്റർമാർ ഡോർ തുറന്ന് പരിശോധിക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഷിജോ കുര്യൻ, മീഡിയ 1, തിരുവനന്തപുരം.